നെക്സ്റ്റ് നമുക്ക് കോഷി ഗോസെറ്റ് തിയറാണ് പഠിക്കാനുള്ളത്. അതിനു മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അതായത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്താണ്, മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്താണ് എന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഡെഫിനിഷൻ നോക്കുക. എ ഡൊമൈൻ ഡി ഈസ് സെഡ് ടു ബി സിംപ്ലി കണക്റ്റഡ് ഇഫ് എ വെരി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ലൈങ് എൻറ്റയർലി ഇൻ ഡി can be shrunk to a point without leaving D. In other words, a simply connected domain D is a domain such that a very simple closed contour within it encloses only points of D. Expressed yet another way, a simply connected domain has no holes in it. The entire complex plane is an example of a simply connected domain. The set of points interior to a simple closed contour is another example of a simply connected domain. A domain which is not simply connected is said to be multiply connected domain. That is, multiply connected domain has holes in it. We can call a domain with one hole doubly connected and two holes triply connected and so on. The annular domain between two concentric circles is multiply connected domain. ഇതാണ് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ, ഇത് ഡബിളി കണക്റ്റഡ് ഡൊമൈൻ ആണ്, ഇത് ട്രിപ്പിളി കണക്റ്റഡ് ഡൊമൈൻ ആണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് നമുക്ക് നോക്കണം അല്ലേ? അതായത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ഡൊമൈൻ ഡി ഉണ്ട്. ഇത് ഡി എന്ന് പറഞ്ഞ ഡൊമൈനാണ്, ക്യാപിറ്റൽ ഡി. ഇതാണ് നമ്മളെ ഡൊമൈൻ. ഇതിനകത്ത് ഞാനൊരു കോണ്ടൂർ എടുത്തു, സി. ഓക്കെ, ഈ ഒരു കോണ്ടൂർ സിംപ്ലി കണക്റ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ ഈ കോണ്ടൂറിനെ നമുക്ക് ഒരു പോയിൻറ്റിലേക്ക് ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. ഈ ഡൊമൈനിൽ നിന്ന് പുറത്ത് പോവാതെ ഈ സീനെ നമുക്ക് ഷ്രിങ്ക് ചെയ്തൊരു പോയിൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ പറ്റുമല്ലോ. ഇങ്ങനെയുള്ള ഡൊമൈനെയാണ് നമ്മൾ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുക. നേരെ മറിച്ച് ഇങ്ങനെയാണ്, ഇതാണ് നമ്മളെ ഡൊമൈൻ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളെ ഡൊമൈൻ. ഈ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് നമ്മളെ ഡൊമൈൻ, ക്യാപിറ്റൽ ഡി. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിനുള്ളൊരു സി എന്ന് പറയുന്ന കോണ്ടൂർ, ഈ സി എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എനിക്കൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാം, ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരാം. ഇനി നേരെ മറിച്ച് ഇതാണ് ഞാൻ എടുത്ത കോണ്ടൂർ എന്ന് വിചാരിക്കുക. ഈ ഡൊമൈനിൽ നിന്ന് പുറത്ത് പോവാതെ ഈ കോണ്ടൂർ എനിക്കൊരു പോയിന്റിലേക്ക് ഷ്രിങ്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെ ചുരുക്കിയിട്ട് ഷ്രിങ്ക് ചെയ്തൊരു പോയിന്റിലേക്ക് മാത്രം ആക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇത് സിംപ്ലി കണക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയാം അതൊക്കെ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻസ് ആണ് എന്നാണ് പറയാം. അതായത് ഇവിടെ ഒരു ഹോളുണ്ട് അല്ലേ, ഹോള് ഉള്ള ഡൊമൈൻസ് എന്തായാലും മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈനാണ്. ഓക്കെ, എ ഡൊമൈൻ വിത്ത് നോ ഹോൾസ് ഈസ് എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ഇനി ഒറ്റ ഹോള് മാത്രം അല്ലെങ്കിൽ നമുക്കതിനെ ഡബിളി കണക്റ്റഡ് എന്ന് പറയാം. രണ്ട് ഹോൾ ഉണ്ടെങ്കിൽ ട്രിപ്പിളി കണക്റ്റഡ് എന്ന് പറയാം. കോംപ്ലക്സ് പ്ലെയിൻ സിംപ്ലി കണക്റ്റഡ് ആണ്, ഒറ്റ ഹോളും ഇല്ല. ഓക്കെ, ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇനി ഈ പിക്ചർ നോക്കാം. ഇതാ, ഇവിടെ ഒറ്റ ഹോളും ഇല്ല, ഇത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈനാണ്. ദെൻ ഇത് നോക്കുക, ഒരു ഹോളുണ്ട്. ഈ ഡോട്ടിട്ട പാർട്ടാണ് നമ്മളെ ഡൊമൈൻ. അപ്പോൾ ഇത് ഡബിളി കണക്റ്റഡ്, ഇത് രണ്ട് ഹോളുണ്ട്, ഇതാണ് എന്ത്, ട്രിപ്പിളി കണക്റ്റഡ്. ഓക്കെ, മൂന്ന് കേസും മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ കോഷി ഗോസെറ്റ് തിയറത്തിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ, ഡബിളി കണക്റ്റഡ്, ട്രിപ്പിളി കണക്റ്റഡ്, അല്ലെങ്കിൽ സിംപ്ലി കണക്റ്റഡ്, മൾട്ടിപ്ലി കണക്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് കോഷി ഗോസെറ്റ് തിയറാണ്. എന്താണ് കോഷി ഗോസെറ്റ് തിയറം നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി, then for a very simple closed contour C in D, integral over closed integral over C f of z dz equal to 0. അതായത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ ഇത് ഡി ആണെന്ന് വിചാരിക്കുക. സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി ആണ്, നോ ഹോൾസ്. ഇവിടെ എഫ് അനലറ്റിക് ആണ്. ഓക്കെ, അനലറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒരു പോയിന്റിൽ മാത്രം ഒരു പോയിന്റിൽ അനലറ്റിക് ആവണമെങ്കിൽ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണം. പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നൈബർഹുഡിലെങ്കിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണം അല്ലേ. അപ്പോൾ എഫ് ഈ ഒരു ഡൊമൈനിൽ അനലറ്റിക് ആണെങ്കിൽ ഇതിനുള്ളിൽ ഏത് ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താലും ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ ഏതൊരു ഫംഗ്ഷൻ എഫ്, അതായത് എഫ് ഓഫ് സെഡ് അനലറ്റിക് ആണെങ്കിൽ ഏത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാലും ഫോർ എവരി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താലും ആ ഇൻ്റഗ്രൽ നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആയിരിക്കും. ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണേ. ഇതിനൊരു റിമാർക്ക് നോക്കാം. ഇഫ് എഫ് ഈസ് അനലറ്റിക് അറ്റ് ഓൾ പോയിൻറ്റ്സ് വിത്തിൻ ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. അതായത് ഈ കോണ്ടൂറിൻ്റെ എല്ലാ പോയിൻറ്റിലും എഫ് അനലറ്റിക് ആണ് എങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണ്? 0 തന്നെയാണ്. ഇനി റിമാർക്ക് 2 പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ സഫിഷ്യൻ്റ് ആണ്, നെസസറി കണ്ടീഷൻ അല്ല. അതായത് ഈ സി 0 ആണ് എങ്കിൽ എഫ് ഓഫ് സെഡ് അനലറ്റിക് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ.